സിനിമാ നയം രൂപീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവ് തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ 2 ദിവസത്തെ കോൺക്ലേവിൽ ഉണ്ടാകും. ചർച്ചയിൽ ഉയർന്നുവരുന്ന ആശയങ്ങൾ കൂടി പരിഗണിച്ചാകും സിനിമാ നയത്തിന് സർക്കാർ അന്തിമ രൂപം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, ഏതെല്ലാം പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് കോൺക്ലേവിൽ? പ്രധാനമായും തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺക്ലേവ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മോഹൻലാൽ, തമിഴ് സംവിധായകൻ വെട്രിമാരൻ, കൈതപ്രം തുടങ്ങിയവരെല്ലാം തന്നെ വേദിയിലുണ്ട്. ഏതായാലും പ്രധാനമായിട്ടുള്ള കാര്യം റസൂൽ പൂക്കുറ്റി, പത്മപ്രിയ, നിഖില, വിമൽ, സുഹാസിനി, മണിരത്നം തുടങ്ങിയവരെല്ലാവരും തന്നെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും കോൺക്ലേവ് ആരംഭിച്ചിരിക്കുന്നു. സിനിമാ നയം രൂപീകരണം, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിക്ക് ശേഷം ഉണ്ടായ സിനിമയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട തർക്കങ്ങളെല്ലാം തന്നെ പരിഹരിക്കുക, നല്ല സിനിമ നാളെ എന്നുള്ള രീതിയിൽ കോൺക്ലേവ് കൊണ്ടുവരികയാണ്. നല്ല സിനിമ നല്ല നാളെ എന്നുള്ളതാണ് കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന 9 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സംസാരിക്കപ്പെടുന്നത് ഈ കോൺക്ലേവിൽ. അതിലുള്ള വിശദീകരണം നാളെയുമായിട്ടാണ് കോൺക്ലേവ് നടക്കുന്നത്. പ്രധാനമായും സിനിമാ മേഖലയിൽ നടക്കുന്ന 9 പ്രധാനപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഈ കോൺക്ലേവ് ചർച്ച ചെയ്യും. ഇതിലെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് 6 മാസത്തിനകം തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ നയം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 6 മാസം സമയമുണ്ട്. അതിനിടയിൽ തന്നെ എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിച്ചും മറ്റടിസ്ഥാനത്തിന്റെ രൂപത്തിലും 6 മാസത്തിനകം സർക്കാർ ഈ സിനിമാ നയം പ്രഖ്യാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ UK-യിലും പോളണ്ടിലും ജർമ്മനിയിലും ശ്രീലങ്കയിലും ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരും ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെയുള്ള സിനിമാ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ സിനിമയിൽ നിന്ന് തന്നെ നടിമാർ, ലിംഗസമത്വം ഇല്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഇതെല്ലാം ഈ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് ഉയരും. അതിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും ഈ നയം പ്രഖ്യാപിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലിംഗസമത്വമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സിനിമാ സെറ്റുകളിൽ നേരിടുന്ന ദുരനുഭവങ്ങൾ, ഇതെല്ലാം തന്നെ ഒരുപാട് നാളുകളായി മലയാള സിനിമയിൽ തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. അതിലൊരു കൃത്യമായ പരിഹാരം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വേതനത്തിൻ്റെ കാര്യത്തിലും എല്ലാ പ്രവർത്തകരെയും, സിനിമാ പ്രവർത്തകരെയും ഒരുമിപ്പിച്ച് അവരുടെ എല്ലാവരുടെയും വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു സമത്വമില്ലായ്മ ഉണ്ടാകുന്നുണ്ട് മലയാള സിനിമയിൽ എന്നുള്ള കാര്യവും കൂടി ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ തിയേറ്ററുകാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സിനിമാ സെറ്റുകളിൽ വേണ്ട സുരക്ഷിതത്വം ഇല്ലായ്മ, ഇതെല്ലാം തന്നെ മലയാള സിനിമയിൽ ഒരുപാട് നാളുകളായിട്ട് ഉള്ള കാര്യങ്ങളാണ്. പല നടിമാരും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെ പ്രത്യക്ഷവും പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഒരു ചെറുവിരൽ പോലും സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്നും, അതും അമ്മ, ഫെഫ്ക തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ട്, പക്ഷേ അവരാരും ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാതിരുന്നൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരെ വനിതകൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികൾ നൽകിയിരുന്ന കാര്യവും കൂടിയാണ്. അതെല്ലാം റിപ്പോർട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യവുമാണ്. അതെല്ലാം ചർച്ച ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് സിനിമാ കോൺക്ലേവ് വരുന്നത്. അതും പ്രധാനമായും എടുത്തു നോക്കേണ്ടത് തമിഴ് സംവിധായകനായ വെട്രിമാരനും മണിരത്നവും എല്ലാവരും ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ സിനിമ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഉറപ്പായിട്ടും ഈ കോൺക്ലേവിലും ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിൽ സിനിമാ സെറ്റുകളിൽ എങ്ങനെയാണ് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ മുതൽ അവസാനം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും വരെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കും. എങ്ങനെയാണ് അവിടെ താരങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തകരെ, സിനിമാ പ്രവർത്തകരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഓരോ ദിവസവും ഷൂട്ടിംഗ് എങ്ങനെ നടക്കുന്നു, അവിടെ സുരക്ഷിതത്വം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, ഈ എല്ലാവരും തന്നെ സംസാരിക്കാനായി പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികൾ, മറ്റ് സംവിധായകരെല്ലാവരും തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഈ കോൺക്ലേവിലേക്ക് എത്തുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ വ്യക്തമായ ഒരു നയരൂപീകരണം ഉണ്ടാവുക. അതിന് 6 മാസം സമയമെടുത്തുകൊണ്ട് നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് കൃത്യമായി ഈ കോൺക്ലേവിൻ്റെ രൂപീകരണം, പ്രത്യേകിച്ച് ഈ ഫിലിം പോളിസിയുടെ ഇത് തന്നെയാണ് നല്ല സിനിമ നല്ല നാളെ എന്നുള്ളത് തന്നെയാണ് ആ പ്രഖ്യാപനവും. അങ്ങനെ ഒരു നല്ല സിനിമ നാളേക്ക് വേണ്ടി എന്നുള്ളൊരു പ്രഖ്യാപനവും കൂടിയിട്ട് സർക്കാർ മുൻകൈ എടുക്കുന്ന ഈ കോൺക്ലേവ് 6 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നല്ല സിനിമ നല്ല നാളെ, ഇതാണ് സിനിമാ കോൺക്ലേവിന്റെ ലക്ഷ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ് സർക്കാരിനെതിരെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടിവെച്ചു, ശുപാർശകൾ നടപ്പിലാക്കിയില്ല തുടങ്ങിയ കാര്യങ്ങൾ. ഇതേ തുടർന്നാണ് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കോൺക്ലേവിൽ സംസാരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ കലകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വിനോദ വ്യവസായ മേഖലയുടെ സമഗ്രമായ വികസനത്തിനായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കാര്യവും നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനത്തിന് ദേശീയ അവാർഡിൽ ഒരു പുരസ്കാരമുണ്ട്. ചലച്ചിത്ര നിർമ്മാണത്തിലുള്ള സർക്കാർ സഹായങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസായ സൗഹൃദ സമീപനം, ദൃഢമായ ചലച്ചിത്ര നയം എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത പുരസ്കാരം നൽകിപ്പോരുന്നത്. ആ പുരസ്കാരം കേരളം
ഇനിയും ഏറ്റുവാങ്ങുക എന്ന ദൗത്യം കൂടിയാണ് ഇതിലൂടെ നമ്മൾ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. കേരള ഫിലിം പോളിസി പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും ദൃഢവും സമഗ്രവുമായ ചലച്ചിത്ര നയമുള്ള സംസ്ഥാനമായി കേരളം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തെ ഏറ്റവും മികച്ച സിനിമ സൌഹൃദ സംസ്ഥാനം മാറ്റിയെടുക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തവും സഹകരണവും പിന്തുണ ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാള സിനിമയെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന ക്രിയാത്മകമായ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിലയേറിയ നിർദ്ദേശങ്ങൾക്കുമുള്ള സ്വതന്ത്രവും ജനാധിപത്യപരമായ ഒരു വേദിയായിരിക്കും ഈ കോൺക്ലേവ്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ചലച്ചിത്ര പ്രവർത്തകർക്കും സർക്കാർ പ്രതിനിധികൾക്കും ഡെലിഗേറ്റ്സിനും തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങളോടെ പ്രകടിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു കോൺക്ലേവിലേക്ക് എത്തിച്ചേരാൻ ഉള്ള ഒരു കാരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വനിതാ സിനിമാ പ്രവർത്തകർ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നൽകിയ ഒരു മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ നിർദ്ദേശങ്ങളും അതിനുമുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ളവർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും കേരളത്തിലൊരു ചലച്ചിത്ര നയം രൂപപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു സിനിമാ പോളിസിയിലേക്ക് എത്തുന്നത്. ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാം, ഇവിടെ ഒരു പേപ്പർ സബ്മിഷൻ മാത്രമേ ഉള്ളൂ. അഭിപ്രായങ്ങൾ വ്യത്യസ്ത തരങ്ങളിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ അഭിപ്രായങ്ങളും അന്തിമമായി നമ്മൾ തീരുമാനമെടുക്കുന്നത് ഇവിടെയല്ല. പക്ഷേ ഒരു കാര്യം, സ്വീകരിക്കാൻ കഴിയുന്നതെല്ലാം സ്വീകരിക്കുകയും സ്വീകരിക്കാൻ കഴിയാത്തത് പരസ്പരം വീണ്ടും ആശയവിനിമയം നടത്തി നിഗമനത്തിൽ തീരുമാനത്തിൽ എത്തുക എന്നതാണ് കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കോൺക്ലേവ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വികസന കാര്യത്തിലും ക്ഷേമപ്രവർത്തനത്തിലും ഏറ്റവും മുന്തിയ പങ്ക് നിർവഹിച്ചുകൊണ്ട് കേരളത്തെ കഴിഞ്ഞ 8 വർഷമായി നയിക്കുന്ന ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സിനിമാ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സിനിമാ നയരൂപീകരണമാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. നടൻ മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ NFDCയുടെ അധ്യക്ഷനും ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരായ വി ശിവൻകുട്ടി പങ്കെടുക്കുന്നു, സജി ചെറിയാൻ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഈ പരിപാടിയെക്കുറിച്ച് അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സെഷൻ 11:15 അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് അവിടുന്ന് ഇരുന്നപ്പോൾ പറയുകയുണ്ടായി. പിന്നൊരു ടീ ബ്രേക്കാണ്, 11:30 മറ്റ് ഡിസ്കഷൻസ് ആരംഭിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം ഒരു വിശദമായ പ്രസംഗം നടത്തിക്കളിയാന്നുള്ള മട്ടിലായിരുന്നു ഇത്. ഏതായാലും ഇതിനനുസരിച്ച് ക്രമീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമയുടെ സർവതല സ്പർശിയായ വളർച്ചയ്ക്കും വികസനത്തിനുമായി സമഗ്രമായ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുക എന്നത് പ്രധാനമാണ്. ആ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. മറ്റ് പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയായി തീർന്ന കേരളത്തിന്റെയും മലയാള സിനിമയുടെയും ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണ് ചലച്ചിത്ര നയ രൂപീകരണവും അതിനായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കോൺക്ലേവും. 1978 നവംബർ 7 തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച JC ഡാനിയലിന്റെ വിഗതകുമാരനിൽ നിന്നാണ് മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത്. ആ തിരുവനന്തപുരം തന്നെ ഇത്തരമൊരു ഉദ്യമത്തിനും വേദിയാകുന്നുവെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വിഗതകുമാരൻ പ്രദർശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു. 1927 ജാസ് സിംഗർ എന്ന അമേരിക്കൻ ചിത്രത്തിലൂടെ ലോക സിനിമ സംസാരിച്ചു തുടങ്ങി. കേവലം 11 വർഷം പിന്നിട്ടപ്പോൾ ബാലൻ
എന്ന ശബ്ദ സിനിമ മലയാളത്തിലുണ്ടായി. കഴിഞ്ഞ 9 ദശകക്കാലത്തിനുള്ളിൽ കേരളം എന്ന ദേശത്തെ ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ മലയാള സിനിമയ്ക്കും ഇവിടുത്തെ ചലച്ചിത്ര പ്രതിഭകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മലയാള സിനിമ ഇതിനകം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഉയർന്ന സാക്ഷരത മാത്രമല്ല, ഉയർന്ന ദൃശ്യ സാക്ഷരതയും ഉന്നതമായ ചലച്ചിത്ര ആസ്വാദന ശേഷിയുമുള്ള നാടായി നമ്മുടെ കേരളം വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ട സാംസ്കാരിക ഊർജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ പല ഭാഷകളിലെയും സിനിമകൾ അതിൻ്റെ ശൈശവദശയിൽ പുരാണ കഥകൾ പറഞ്ഞപ്പോൾ മലയാള സിനിമ ആദ്യ സിനിമയായ വിഗതകുമാരനിലും ആദ്യ ശബ്ദ സിനിമയായ ബാലനിലും സാമൂഹ്യ പ്രസക്തമായ പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. പുരാണ കഥകൾ പറഞ്ഞ് കാണിയെ സ്വപ്ന സ്വർഗങ്ങളിലേക്ക് നയിക്കാൻ സിനിമ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. വിവിധ സെക്ഷനുകളിലായി പ്രമുഖരുടെ പ്രതികരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പേപ്പർ സബ്മിഷൻ ഉണ്ടായിരിക്കും. സിനിമ നയരൂപീകരണത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു കോൺക്ലേവ് നടത്തുന്നത്.